അതെ, എൻ്റെ കൊച്ചേ നീ എവിടാ? പൂ പറിക്കാൻ പോയി കാണും രാവിലെ തന്നെ. എടി രേണുക, എവിടാ നീ? രാവിലത്തെ ചായ കൊണ്ടുവാ. എത്ര നേരം ഇവിടെ ഇരിക്കുന്നു? വാ എടുത്തോണ്ട്. എവിടാ നീ? അടുക്കളയിൽ നിങ്ങോട്ട് വാ എടുത്തോണ്ട്. ഒരു മനുഷ്യൻ രാവിലെ തുടങ്ങിയ വിളി. ആ പോയ പെങ്കൊച്ച് എങ്ങോട്ടാണോ പോയി? എൻ്റെ ദൈവം, അമ്പലത്തിൽ പോയിട്ട് നേരത്തെയും കാലത്തും വന്നാൽ മതി. ഈ മനുഷ്യന് ഞാൻ എനിക്ക് സമാധാനം തരത്തില്ല. ഞാൻ ചായ കൊണ്ട് കൊടുത്തില്ലെങ്കിൽ പിന്നെ അതിന് ഞാൻ അടുത്ത പുക്കിൽ. ചായ കുടിക്കാതെ രാവിലെ അങ്ങോട്ട് ബാത്റൂമിലോട്ട് പോകത്തില്ലായിരിക്കും. അതായിരിക്കും കിടന്ന് വിളിക്കുന്നത്. ഇന്നാ മനുഷ്യ ചായ, ഞാൻ അത് കുടിക്കും. ഞാൻ കുടിച്ചില്ല ഞാൻ പെറ്റുപോയാലും ഇന്ന്. എൻ്റെ രേണുക, നിന്റെ ചായ കുടിക്കാതെ എനിക്കൊരു സുഖമില്ല. അതാ. നിന്റെ കെട്ടിയവനായിട്ട് നീയാണോടി ഇപ്പം എൻ്റെ കെട്ടിയവൻ? നീ എന്തൊക്കെയാടി പെണ്ണെ എന്നോട് കുറിച്ച് പറയുന്നത്? എന്തിയെ പോയാ പെങ്കൊച്ച്? രാവിലെ പോയോ? കണ്ടേ ഇല്ലല്ലോ ഇങ്ങോട്ട്. എനിക്കറിയത്തില്ല എന്ത് ചെയ്യുന്നു. ഞാൻ രാവിലെ എണീച്ചപ്പോൾ മുറിയിൽ ചെന്ന് നോക്കിയാൽ പെണ്ണില്ല. എനിക്ക് തോന്നുന്നു രാവിലെ ഒന്നും അമ്പലത്തിൽ പോക്കല്ലേ, ഇന്ന് പോയി കാണും അമ്പലത്തിലോട്ട്. അതായിരിക്കും കാണാൻ. പൂ പറിക്കാനൊക്കെ കാട്ടിലും പറമ്പിലും കയറി നടക്കുമായിരിക്കും. എൻ്റെ മനുഷ്യ, ബ്രോക്കറെ വിളിച്ചോ നിങ്ങൾ? ഞാൻ വിളിച്ചടി അയാളെ. അപ്പം അയാൾ പറഞ്ഞ് നാളെ ചെറുക്കനെ കൂട്ടി വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. മോളോട് സൂചിപ്പിച്ചോ അതിനെപ്പറ്റി? ഇനി പറഞ്ഞു കഴിഞ്ഞാൽ മോളിനി എന്തുവാണോ പറയാൻ പോകുന്നതെന്ന് അറിയത്തില്ല. എന്ത് കല്യാണാലോചന വന്നു, ഒന്നും നടക്കുന്നുമില്ലല്ലോ എൻ്റെ രേണുകെ. എന്ത് മേളില്ല പൂവ് ഇത്ര മതി. നിങ്ങളോർക്കുമല്ലേ ഇതെന്താ ഞാൻ കാട്ടിൽ നിന്ന് ഈ പൂവ് പറിക്കുന്നതെന്ന്? കുഞ്ഞിലെ മുതലുള്ള ശീലമാണ്. ഞാൻ ഈ പൂവ് പറിച്ച് എന്നും കൊണ്ട് അമ്പലത്തിൽ കൊണ്ട് കൊടുക്കും. അത് വളർന്നപ്പോൾ ആ ശീലം എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഞാൻ ഇപ്പോഴും കൊണ്ട് കൊടുക്കും. എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ, എൻ്റെ പേര് രാധ. അച്ഛനും അമ്മയ്ക്കും ഞാൻ ഒരേ ഒരു മോളാണ് ഉള്ളത്. ഞങ്ങളുടെ തറവാടാണ് മുമ്പേ കണ്ടത്. ആ തറവാട്ടിൽ കുറേ ആൾക്കാരും ഞങ്ങളുടെ ബന്ധുക്കാരെല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ വീതവും വാങ്ങി പല വഴിക്കായിട്ട് പോയി. നിങ്ങൾ ഓർക്കുമല്ലേ എൻ്റെ മുഖത്തൊന്നല്ലേ കുഞ്ഞിലെ മുതലുള്ള മറുക്, അത് മാറത്തില്ല കേട്ടോ. എൻ്റെ കൂടെ തന്നെ ആ മറുക് വളർന്നു വന്നു. എല്ലാവരും ആ മറുകിൻ്റെ പേരിൽ എന്നെ കളിയൊക്കെ ആക്കും കേട്ടോ. അമ്മ രാവിലെ വിളിക്കുന്ന ഞാൻ ആ കാട്ടിൽ നിന്ന് കേട്ടു. ഇന്നാമ്മ പ്രസാദം അച്ഛനും കൊടുക്ക്. ഇന്നാച്ചാ പ്രസാദം നെറ്റി തൊട്ടോ. അമ്മ എന്തിനാ ഈ രാവിലെ എന്നെ കിടന്ന് വിളിച്ചു? ഞാൻ രാവിലെ എണ്ണിച്ചപ്പോൾ അമ്മ ഉറങ്ങും, അതാ ഞാൻ വിളിക്കാൻ. മോളൊന്നും പറഞ്ഞിട്ടല്ലേ പോകുന്നത്, അതാ കിടന്ന് വിളിച്ചേ. ഞാൻ കുളിച്ചു മോളെ. അച്ഛന് പ്രസാദം വേണ്ട, അച്ഛൻ കുളിച്ചില്ല. അതേ കുളിക്കാതെ വാതിക്കെ പത്രവും വായിച്ചുകൊണ്ടിരിക്കുന്നത്, അത് സ്ഥിരമല്ലേ മോളെ. ഒരു കാര്യം അച്ഛനും അമ്മയ്ക്കും പറയണമായിരുന്നു. മനുഷ്യ, നിങ്ങൾ പറയാൻ നോക്ക്. അമ്മയും അച്ഛനും എന്നാ പറയാൻ വന്നതെന്ന് എനിക്കറിയാം. നാളെ പെണ്ണ് കാണാൻ ആൾക്കാർ വരുന്നുണ്ട്, ഒരുങ്ങി നിൽക്കണമെന്ന് പറയാനല്ലേ. അതെല്ലാ പ്രാവശ്യം പറയുന്നതല്ലേ അച്ഛാ. എന്തിനാ എനിക്ക് ഇങ്ങനെ ഒരു പെണ്ണ് കാണൽ? എനിക്ക് അച്ഛനും അമ്മനെ വിട്ട് എവിടെയും പോകണ്ട. എന്നെയൊക്കെ ആര് കെട്ടാനാ അമ്മ? പ്രാവശ്യം എല്ലാം ഞാൻ ആ ബ്രോക്കറോട് പറഞ്ഞിട്ടുണ്ട് മോളെ. ഈ പ്രാവശ്യം നടക്കും. ഒന്ന് കല്യാണത്തിന് സമ്മതിക്കടാ. നിൻ്റെ കല്യാണം കാണാൻ അച്ഛനും അമ്മയ്ക്കും ആഗ്രഹമില്ലേ? മനുഷ്യ, നിങ്ങൾ എന്നാ നോക്കി നിൽക്കുക? നിങ്ങൾ പറയാൻ നോക്ക് എൻ്റെ മനുഷ്യ. എടാ, അച്ഛനും അമ്മയും പറയുന്ന കേൾക്കടാ മോനെ. നിന്റെ കല്യാണം കാണാൻ താല്പര്യമുള്ളതുകൊണ്ടല്ലേടാ അച്ഛൻ ഇങ്ങനെ ഒന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ആഗ്രഹം കാണില്ല മോളെ നിന്റെ കല്യാണം കാണാൻ. കൂടുള്ളവരുടെ എല്ലാം കല്യാണം കഴിഞ്ഞ് മോളെ നടക്കാത്തൊന്ന് സമ്മതിക്കടാ. നിർത്തി രണ്ടുപേരും. ഈ പ്രാവശ്യം ഞാൻ ഒരുങ്ങി നിൽക്കണം അവരുടെ മുന്നിൽ, അതല്ലേ. എല്ലാ പ്രാവശ്യവും ഒരുങ്ങി നിൽക്കും, എന്നിട്ട് കല്യാണവും നടക്കില്ല. എല്ലാവരും എന്നെ കളിയാക്കിയിട്ടും പോകും. ഈ പ്രാവശ്യം അതൊക്കെ തന്നെ ആയിരിക്കും നടക്കാൻ പോകുന്നത്. ഈ കറുത്ത പാടും പറഞ്ഞ് എല്ലാവരും എന്നെ കളിയാക്കും, കാക്കപ്പുള്ളി എന്നൊക്കെ പറഞ്ഞു. ഈ പ്രാവശ്യം ഒരുങ്ങി ഞാനിങ്ങനെ നിൽക്കണം. എന്തിനാച്ചാ എനിക്കിങ്ങനെ കല്യാണ ആലോചന ആലോചിക്കുന്നത്? എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞില്ലേ. എന്തായാലും ഞാൻ സമ്മതിക്കാം. എനിക്കറിയാം എൻ്റെ കുഞ്ഞ് കല്യാണത്തിന് സമ്മതിക്കുമെന്ന്. എന്തായാലും ഈ പ്രാവശ്യം നടക്കും മോളെ കല്യാണം. നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം അല്ലേ മോളെ? വിഷമിക്കണ്ട മോൻ, നടക്കും എന്തായാലും അല്ലേ മനുഷ്യ? ഈ പ്രാവശ്യം എന്തായാലും കല്യാണം നടക്കും രേണുക, നീ വിഷമിക്കണ്ട. എന്തായാലും ദൈവം നമ്മുടെ കണ്ണുനീര് കാണാതിരിക്കൂലല്ലോ. എന്തായാലും വരാൻ നോക്ക്, നമുക്ക് കഴിക്കാം. രേണുകയെ കഴിക്കാൻ എടുത്ത് വെക്കുക. കഴിക്കാൻ എടുത്ത് വെക്കാൻ ഇയാൾക്ക് സമയം തീറ്റാന്ന് മാത്രമേ ഉള്ളൂ. വരാൻ നോക്കുതേ, എടുത്തു വെച്ചിരിക്കുന്നു. വാ, വന്ന് കഴിക്കുക രണ്ടുപേരും. സൂപ്പറാ മമ്മി, എനിക്കിഷ്ടപ്പെട്ടു. എൻ്റെ കൊച്ചേ, നീ ഇറക്കിയിട്ട് വർത്തമാനം പറയാൻ നോക്ക്. തൊണ്ടേ കുടുങ്ങി ചത്തുപോകും എൻ്റെ വെങ്കൊച്ചേ നീ. എൻ്റെ ദൈവമേ, ഞാൻ ആരോടായി പറയുന്നതേ നോക്ക്. ഒന്നും പറയാൻ വയ്യ രേണുകയെ, നന്നായിട്ടുണ്ടാക്കിയ ഭക്ഷണമില്ല. എൻ്റെ ദൈവം, ഞാൻ ആരോടാ ഈ പറയുന്നത്? എൻ്റെ മനുഷ്യ, ഫോണൊന്ന് താത്തി വെക്കുക, എന്നിട്ട് വല്ലതും കഴിക്കാൻ നോക്ക്. നിങ്ങൾ രണ്ടും കഴിച്ച് കഴിഞ്ഞ് പോയി കൈ കഴുകാൻ നോക്കുക. കൈ ഉണങ്ങി കേട്ടോ. എൻ്റെ മനുഷ്യ, തന്നോടുകൂടാ പറഞ്ഞ് പോയി എണീറ്റ് പോകാൻ നോക്ക്.
രേണുകേ, ആരുമില്ലേ ഇവിടെ? രേണുകേ, ഞാനാ ഉഷ ചേച്ചി. മോളെ ഇങ്ങോട്ട് വന്നേ, ചോദിക്കട്ടെ. ഓ, ഞാൻ വിചാരിച്ചുള്ള ന്യൂസും കിട്ടി വരുമെന്ന്. ദേ വന്നു. ആ ചേച്ചിയോ? എപ്പോൾ വന്നു? ഞാനിപ്പോൾ വന്നതേ ഉള്ളു രേണുകേ. നീ എവിടെയായിരുന്നു? ഇത്ര നേരം കണ്ടില്ലല്ലോ. എന്തേ പെങ്കൊച്ചെന്തേ? ഞാൻ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു. ഓ, അറിഞ്ഞെങ്കിൽ എവിടെ വല്ലതും ഇരുന്നാൽ പോരായിരുന്നു. എന്തിനും ഇങ്ങോട്ട് കെട്ടിയെടുത്ത് വന്നേ? ആ, ചേച്ചി അറിഞ്ഞതോ? കല്യാണത്തിനെ കുറിച്ചൊക്കെ ആയിരിക്കും അല്ലേ? പെണ്ണ് കാണാൻ നാളെ ചെറുക്കൻ കൂട്ടരൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ ആ കല്യാണം ഉറപ്പിക്കാൻ പോവാ ചേച്ചി. എന്തോന്നു? കല്യാണം ഉറപ്പിക്കാൻ പോവാന്നോ? കൊള്ളാം കൊള്ളാം. എൻ്റെ കൊച്ചെ, ആ കൊച്ചിൻ്റെ മുഖത്ത് ഈ കറുത്ത പാടുള്ള സ്ഥിതിക്ക് ചുമ്മാ അവർ അത്രയും ദൂരത്തുനിന്ന് വരുന്നതല്ലേ. എന്തായാലും ഈ കല്യാണം ഒന്നും നടക്കാൻ പോകുന്നില്ല. എല്ലാ പ്രാവശ്യവും നീ ഈ ഡയലോഗ് തന്നെ അല്ലേ ഡി പെങ്കൊച്ചെ പറയുന്നേ? അമ്മ എന്തേ? കണ്ടില്ലല്ലോ. അമ്മ എന്നെ എടുക്കുന്നു. ഇവരെന്നെ പറയുന്നേ.